താങ്ക് യു. എല്ലാം കഴിഞ്ഞു. ഉപ്പിലിട്ടത് നാടൻ ദോശയും തക്കാളിയില്ലാത്ത തക്കാളി ചട്ടിയും വെളിച്ചെണ്ണയിൽ ഒഴിച്ച ഇഡ്ഡലിപ്പൊടിയും. അപ്പൊ നമുക്കൊരു പിടി പിടിച്ചാലോ? യെസ്, തുടങ്ങിക്കോളൂ. സൂപ്പർ. താങ്ക് യു. സുഹൃത്തുക്കളെ, ഇവിടെ അടിച്ച് കയറ്റണം ഒരാള്. ഇപ്പൊ തന്നെ 3 എണ്ണം കഴിഞ്ഞു. 4ാമത്തെ ദോശയാണ് കഴിക്കുന്നത്. ഞാൻ ആ രഹസ്യം ആരോടും പറയുന്നില്ല. ഇയാള് 3 എണ്ണം കഴിഞ്ഞു. 4ാമത്തെ അതിന്റെ പകുതി ആയി കഴിഞ്ഞു കേട്ടോ. ഇത് ദേവനന്ദയും വൈഗ കൃഷ്ണ മോളുമാണ്. സുധാ മഴമേഘത്തിന്റെ ആരാധികമാരാണെന്നാണ് പറയുന്നത്. സുധാ മഴമേഘത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൊതിപ്പെട്ടിട്ട് അമ്മന്റെ കൂടെ വന്നിരിക്കുകയാണ്. സിന്ധു വിനോദ്. നെന്മാറ നെല്ലിപ്പാടത്താണ് ഇവര് താമസിക്കുന്നത്. അപ്പൊ അവര് വന്നിട്ട് അമ്മടുത്ത് കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഹായ് മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുധാ മഴമേഘത്തിന്റെ ഒരു ഡയലോഗ് പറയൂ. അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഇല്ല ഓരോ വീഡിയോയുടെ, ഓർമ്മയുണ്ടോ? അമ്മ പറഞ്ഞു കൊടുക്കേമ്മ. ഓർമ്മ വന്നോ? സിമ്പിളാണ്. അത് കളിക്ക്. അച്ഛാ, എന്ത് പറയണു ഇവര് വന്നതിന്റെ വിശേഷങ്ങള്? അതന്നെ, കളിക്ക് കളിക്ക്. അതെ. അമ്മ എന്ത് പറയണമ്മ? എനിക്ക് സന്തോഷം. ഇന്നലെ മുതല് കുട്ടികൾ വരുന്നു പറഞ്ഞപ്പോ എനിക്ക് അതേ ചിന്തയാണ്. നമ്മൾക്കൊരു സന്തോഷം കൊണ്ടുള്ള ചിന്തയുണ്ടല്ലോ. 8 മണി തൊട്ട് അമ്മ ബാപ്പ ഫോൺ വിളിക്കുന്നു, നമുക്കിപ്പൊ പോകാന്ന്. ശരിയാണ്, കലക്കി. എന്തായാലും പിന്നെ അവരെന്തൊക്കെയോ കൊണ്ടുവന്നിട്ടില്ലേ മോളെ? അമ്മ ഒന്ന് എടുത്തിട്ട് വരെ അത് കാണിച്ചു കൊടുക്കാമല്ലോ. അവരെന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പുറമെ എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ അമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ചേർത്തിട്ട് നമുക്കിത് അൺറാപ്പ് ചെയ്യാം അല്ലമ്മ? നിങ്ങൾ വന്നാ മാത്രം മതിയായിരുന്നു. താങ്ക് യു, താങ്ക് യു. പൊട്ടിക്കമ്മ. നിങ്ങൾ വരുന്നതേ വലിയ സമ്മാനമാണ്. പിന്നെ കലക്കിയല്ലോ. കൃഷ്ണനും രാധയും. അത് കലക്കി. അമ്മക്ക് പെയിന്റിങ്സ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. ആർട്ടൊക്കെ എങ്ങനെയുണ്ടമ്മ? സ്നേഹത്തോട് തന്ന സമ്മാനമാണത്. അതെ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒരു ഉമ്മ കൊടുക്കുമ്മ. ആയ് കലക്കി. ആഹാ കലക്കി. ഉള്ളിവട സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. നമുക്കിത് എല്ലാരും കൂടെ കഴിച്ചാലോ? ഞാൻ എടുക്കാം. താങ്ക് യു. എല്ലാരും കഴിക്കും. നിങ്ങളും കഴിക്കോ? നിങ്ങളും കഴിച്ചോ? എടുത്തോ. അമ്മ ഇന്നലെ നമ്മള് ലൈവ് വന്നപ്പോ ഈ ലഡ്ഡു മനസ്സിലുണ്ടില്ലേ, അത് ആ ഡപ്പയുടെ അടപ്പ് കണ്ടു ഞാൻ തിരിച്ചു വെക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുന്നില്ലേ? പിന്നെ ലാസ്റ്റ് എഴുതാൻ വന്നപ്പോഴേ തുറന്ന് കാണിച്ചു. അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ക്യാരറ്റ് ലഡ്ഡു. അവിടെ വെച്ചോളും, എല്ലാം കഴിക്കട്ടെ അവര്. സൂപ്പർ ആയിട്ടുണ്ടോ? ഇതും സൂപ്പർ. ചൂടാറിയിട്ടേ ഇല്ല, കണ്ടില്ലേ ഉള്ളിവട? എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ ആയില്ലേ? ഇത് വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല.
നമ്മൾ ആ ചൂട് ചായയും ഇനി എടുത്തോളൂ. എന്റെ മകൾക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം അല്ലേ? എന്ത് വേണേ എടുത്താ, എന്തും കഴിക്കും. ചായയാണോ ജ്യൂസ് മതിയോ? എനിക്ക് എന്തായാലും മതി, കുഴപ്പമില്ല. അപ്പൊ ജ്യൂസ് എടുക്കാം. ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ. ഇതേ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ നോക്കട്ടെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വരച്ചതാണ്. ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഈ മോളുക്കുട്ടി. എന്ത് ജ്യൂസാണ് അമ്മ കൊടുക്കുന്നത്? പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. ഓക്കെ നമ്മുടെ വീട്ടിലേ ഉണ്ടായതാണല്ലോ. ഓക്കെ കലക്കും. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഉപ്പിലിട്ടത് ഇവിടെ ആട്ടുകുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പേരിട്ടു, 2 ആട്ടിൻ കുട്ടികൾ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ക്രിസ്മസിന് സ്കൂൾ അടയ്ക്കുമ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലം ഇത് കെട്ടി വെച്ചിട്ട് കുഴപ്പമില്ല, നല്ല ബലമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ആട്ടിൻകുട്ടികൾ ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഉള്ളിക്കെല്ലാം അങ്ങനെ ഉൾവശം നോക്കിട്ട് എടുത്തിട്ടില്ല. ദോശ ദോശ ദോശയമ്മേ ദോശ, നെയ്യിൽ ചുട്ട ദോശ, അരിമാവും ഉഴുന്ന് മാവും കലക്കി ചുട്ട ദോശ. അച്ഛനഞ്ച്, അമ്മയ്ക്ക് 4, ചേട്ടന് 3, ചേച്ചിക്ക് 2, കുട്ടിക്ക് മാത്രം 1. ദോശ അമ്മച്ചിട്ട് ആര് ചുട്ടൊരു ദോശ, അമ്മച്ചിട്ട് ദോശ. പിന്നെ ബാക്കി അറിയില്ല, ഞങ്ങൾ കഴിയുമ്പോ ടേസ്റ്റിന്റെ ഇപ്പോഴാണ് ടേസ്റ്റ് നോക്കുന്നത്. കാരണം രാവിലെ ഇങ്ങനെ വരും കിച്ചണിൽ വന്നിട്ട് എന്താണ് ഫുഡ് പറയൂ എന്ന് പറയൂ. ഉപ്പുണ്ട്, കുറച്ച് എരിവുണ്ട്. സ്പൈസി ബെസ്റ്റ് അല്ലേ? ശരിയാവും. അതിനൊന്ന് കൈ മാറ്റുന്നു. സൂപ്പർ. സൂപ്പർ ഡിഷ്. നാടൻ ദോശയും തക്കാളിയില്ലാത്ത തക്കാളി ചട്ടിയും വെളിച്ചെണ്ണയിൽ ഒഴിച്ച ഇഡലിപ്പൊടിയും. അപ്പൊ നമുക്കൊരു പിടി പിടിച്ചാലോ? യെസ്, തുടങ്ങിക്കോളൂ. സൂപ്പർ. താങ്ക് യു. സുഹൃത്തുക്കളെ ഇവിടെ അടിച്ച് കയറ്റണം ഒരാള്. ഇപ്പൊ തന്നെ 3 എണ്ണം കഴിഞ്ഞു, 4ാമത്തെ ദോശയാണ് കഴിക്കുന്നത്. ഞാൻ ആ രഹസ്യം ആരോടും പറയുന്നില്ല. ഇയാളെ 3 എണ്ണം കഴിഞ്ഞു, 4ാമത്തെ അതിന്റെ പകുതി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ അമ്മേൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തി. ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങൾ വരും ഇവിടെ, എപ്പോഴും വരും കേട്ടോ, ഫ്രീ ടൈമിലൊക്കെ. ഈ ശനിയാഴ്ച തന്നെ വരും. തീർച്ചയായും, മോസ്റ്റ് വെൽക്കം. അപ്പോഴും ഞങ്ങൾ വരും ഗൈസ്. ഓക്കെ ഗൈസ്. അമ്മ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടില് കുട്ടികള് അവരുടെ അമ്മയും കൂടെ നമ്മളെ കാണാൻ വരികയാണല്ലോ, അതിലേറെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് സുധാമയെ കാണാന്ന് പറഞ്ഞിട്ടാണ് അവര് പിന്നെ ഇത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ക്യാരറ്റുള്ള ലഡു കിട്ടി, നാടൻ ദോശയും തക്കാളി ചമ്മന്തിയും വെളിച്ചെണ്ണയിലുള്ള ഇഡലിപ്പൊടിയും കിട്ടി. തൃപ്തിയായി അല്ലേ? ഫ്രാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസും കിട്ടി, സന്തോഷമായി. മക്കളെ കുട്ടികളും എല്ലാവരും കൂടെ വന്നില്ലേ, അതെ, സന്തോഷം, അടിപൊളി. ഇനി ഇടയ്ക്ക് വരിക, അതെ, സമയം കിട്ടുമ്പോ വിളിച്ചിട്ട് വരിക. അതെ, മണിക്കൂർ പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഊഞ്ഞാലാട്ടും കുട്ടികളുടെ ഡാൻസും എല്ലാം അങ്ങനെ ആഘോഷമാക്കി. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്. ഇതെല്ലാം